പാരസിറ്റമോൾ എന്ന് പറയുന്നത് ഒരു നെഫ്രോടോക്സിക് മെഡിസിൻ ആണ്. അതായത് നമ്മുടെ കിഡ്നീനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു മരുന്നിൽ പെട്ടതാണ് പാരസിറ്റമോൾ. അപ്പോൾ ഈ കണ്ടിന്യൂസ്ലി മനസ്സ് കഴിഞ്ഞാൽ കിഡ്നിയുടെ നെഫ്രോൺസ് എന്ന് പറഞ്ഞാൽ അരിപ്പ പോലെയുള്ള സംഗതികൾ അത് നശിക്കും. അങ്ങനെയാണ് നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കിഡ്നി ഡിസീസ് ഉള്ളത് കേരളത്തിലാണ്. കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ ലിറ്ററസി കൊണ്ടാണ്. നമ്മുടെ ഇവർക്ക് എല്ലാവരും ഡോക്ടർമാരാണ്, വീട്ടിലെല്ലാവരും ഡോക്ടർമാരാണ്. അപ്പോൾ മരുന്ന് പിന്നെ നമ്മുടെ ഗൂഗിൾ ഡോക്ടർ ഉണ്ടല്ലോ, ഗൂഗിൾ ഡോക്ടർ ഇതിൻ്റെ വലിയൊരു ഫാക്ടറാണ്. എന്ത് വന്നാലും ഉടനെ ഗൂഗിൾ നോക്കുക, അതിനുള്ള കാര്യം പറഞ്ഞാൽ മരുന്ന് കഴിക്കുക. അപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ ഇവർ ഒരു 2 ദിവസം പനിക്കാൻ 2 ദിവസം പാരസമോൾ കഴിച്ചിട്ടാണ് വരണത്. അപ്പോൾ ഓൾറെഡി അവൻ്റെ ആ ഇൻഫെക്ഷൻ ഒരുമാതിരി പിടിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു ബ്രോൺകൈറ്റിസ് ഇൻഫെക്ഷനാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വൈറ്റൽ ഇൻഫെക്ഷനാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ആണെങ്കിൽ അത് കൂടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ ഒന്ന് ട്രൈ ചെയ്യണം, കുഴപ്പമില്ല. 2 3 ട്രിപ്പ് 4 ട്രിപ്പ് പാരസമോൾ കൊടുക്കണം. പക്ഷെ എന്നിട്ടും മാറിയില്ലെങ്കിൽ മെഡിക്കൽ അഡ്വൈസ് എടുക്കണം, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുക്കണം.